Hi everyone, welcome to another video of Learn to Study. ഞാൻ റഫീക്ക സേറ്റി. ഇന്നത്തെ വീഡിയോയിൽ പ്രൊഫഷണൽ ബിസിനസ് സ്കില്ലിലെ ഫസ്റ്റ് മോഡ്യൂളിലെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പ്രൊഫഷണലിസം ഇൻ ബിസിനസ് ആണ്. എന്താണ് പ്രൊഫഷണലിസം എന്ന് നമ്മൾ പറഞ്ഞു. ഒരാൾ ബിസിനസ്സിൻ്റെ അകത്തും പുറത്തും അയാൾ പെരുമാറുന്ന രീതി, ഇപ്പോൾ അതേപോലെ തന്നെ അയാളുടെ ഡ്രസ് കോഡ് ആണെന്നുണ്ടെങ്കിലും അയാൾ പെരുമാറുന്ന രീതിയാണെന്നുണ്ടെങ്കിലും അയാളൊരു കാര്യത്തിനെ ഫേസ് ചെയ്യുന്ന രീതിയാണെന്നുണ്ടെങ്കിലും അതൊക്കെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൊഫഷണലിസം. അപ്പോൾ പ്രൊഫഷണൽസ് എപ്പോഴും അവരുടെ നോളജ് അല്ലെങ്കിൽ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ശ്രമത്തിലായിരിക്കും. എപ്പോഴും അവർ ലേൺ ചെയ്തുകൊണ്ടായിരിക്കും. അവർ പൊളൈറ്റ് ആയിരിക്കും, മറ്റുള്ളവരോട് റെസ്പെക്റ്റ് ഉള്ള ആൾക്കാരായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് പ്രൊഫഷണലിസം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രൊഫഷണൽ ബിഹേവിയർ ഈസ് നെസസറി ഫോർ ദി ലോങ് ടേം സക്സസ് ഓഫ് ബിസിനസ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഒരു ബിസിനസ്സിൻ്റെ ലോങ് ടേം സക്സസിന് പ്രൊഫഷണൽ ബിഹേവിയർ അല്ലെങ്കിൽ പ്രൊഫഷണലിസം അത്യാവശ്യമാണ്, വെദർ ഇറ്റ് ഈസ് ബിഗ് കോർപ്പറേഷൻ ഓർ സ്മോൾ ബിസിനസ്. Employee interaction and relationship with the customers are of vital importance to ensure the company goals and objectives are met. പ്രൊഫഷണലിസം ഒരു കമ്പനീൻ്റെ സക്സസിനെ എങ്ങനെയാണ് സഹായിക്കുന്നത് എന്നുള്ളതാണ്. പ്രൊഫഷണലിസം ഹെൽപ്പ് കമ്പനി സക്സസ് ഇൻ ദി ഫോളോയിങ് വേസ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷസ് പ്രോപ്പർ ബൗണ്ടറീസ്. നല്ല ബൗണ്ടറീസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട്, അതായത് പ്രൊഫഷണലിസം ഇൻ ദി ബിസിനസ് എസ്റ്റാബ്ലിഷസ് ബൗണ്ടറീസ് ബിറ്റ്വീൻ വാട്ട് ഈസ് കൺസിഡേർഡ് അപ്രോപ്രിയേറ്റ് ആൻഡ് വാട്ട് ഈസ് നോട്ട്. അപ്പം എന്താണ് അപ്രോപ്രിയേറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് കൺസിഡർ ചെയ്യാത്തത്, അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരു ബൗണ്ടറി വെച്ചിട്ട് ബൗണ്ടറി എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പ്രൊഫഷണലിസം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ രണ്ടാമത്തത് എൻകറേജ് പേഴ്സണൽ ഇമ്പ്രൂവ്മെൻറ്റ് എൻകറേജ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യണം, പ്രൊഫഷണലിസം സഹായിക്കുന്നുണ്ട്. ദെൻ മൂന്നാമത്തെ പോയിന്റ് പ്രൊമോട്ട് ആൻഡ് മെയിൻറ്റെയിൻ അക്കൗണ്ടബിലിറ്റി പ്രൊമോട്ട് ചെയ്യാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനും എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പ്രൊഫഷണലിസം സഹായിക്കുന്നുണ്ട്, ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കമ്പനീസ് ദാറ്റ് ഇൻട്രാക്ട് ഡയറക്റ്റ്ലി വിത്ത് ക്ലയൻസ് ആർ supposed to provide the best services and present their company in the best possible manner. ഓക്കെ, ദെൻ നെക്സ്റ്റ് എസ്റ്റാബ്ലിഷസ് റെസ്പെക്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഫഷണലിസം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് മിനിമൈസ് കോൺഫ്ലിക്റ്റ് മിനിമൈസ് ചെയ്യാൻ സഹായിക്കുന്നു. നെക്സ്റ്റ് ഇൻക്രീസ്ഡ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ ബിസിനസ്സിന് ഏതൊക്കെ രീതിയിലാണ് പ്രൊഫഷണലിസം ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ജോബ് സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നു. ദെൻ ദി സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ റെസ്പോൺസിബിലിറ്റിൻ്റെ സെൻസിനെ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പീപ്പിൾ ഹു വർക്ക് ഇൻ പ്രൊഫഷണലിസം അറ്റ്മോസ്ഫിയർ can handle a task in a wider. The next പേഴ്സണൽ ഗ്രോത്തിന് പ്രൊഫഷണലിസം നമ്മൾ ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദ നെക്സ്റ്റ് പ്രൊഫഷണൽ സ്കിൽസ് ആണ്. നെക്സ്റ്റ് പറയുന്നത് പ്രൊഫഷണൽ സ്കിൽസ് ആണ്, അതായത് പ്രൊഫഷണലിന് വേണ്ട കഴിവുകളാണ് നെക്സ്റ്റ് പറയുന്നത്. ദർ ആർ മെനി പ്രൊഫഷണൽ സ്കിൽസ്. ദീസ് സ്കിൽസ് ഡിപ്പെൻഡ്സ് ഓൺ ജോബ് പൊസിഷൻ, എഡ്യൂക്കേഷൻ, ഡിഗ്രി ആൻഡ് ബിസിനസ് ഫീൽഡ്. അപ്പോൾ ബിസിനസ് ഫീൽഡിനനുസരിച്ചിട്ടും ഡിഗ്രിക്ക് അനുസരിച്ചിട്ട് എഡ്യൂക്കേഷൻ അനുസരിച്ചിട്ട് നമ്മളുടെ ജോബിൻ്റെ പൊസിഷൻ അനുസരിച്ചിട്ട് സ്കില്ല് പല രീതിയിലുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കിൽസ് എന്നുള്ളതാണ്. ഒന്ന് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് അല്ലെങ്കിൽ ഒരു സ്കില്ലാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള എബിലിറ്റീനെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് എന്തിന് ഹെൽപ്പ് ചെയ്യും, ഇമ്പോർട്ടൻറ്റ് ഫോർ ഡെവലപ്പിംഗ് ബിസിനസ് റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ രണ്ടാമത്തത് ഡിസിഷൻ മേക്കിംഗ് സ്കില്ലാണ്. അപ്പോൾ മാനേജേഴ്സിനും ഏറ്റവും കൂടുതൽ വേണ്ട ഒരു സ്കില്ലാണ് ഡിസിഷൻ മേക്കിംഗ് സ്കില്ല്. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി ഹാസ് എ ക്രൂഷ്യൽ റോൾ ടു പ്ലേ ബോത്ത് ഇൻ പേഴ്സണൽ ആൻഡ് ഓർഗനൈസേഷണൽ ലൈഫ്. ഇപ്പോൾ ഓർഗനൈസേഷൻ ലൈഫ് ആണെങ്കിലും പേഴ്സണൽ ലൈഫ് ആണെന്നുണ്ടെങ്കിലും ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി ഒരു ക്രൂഷ്യൽ റോൾ തന്നെയാണ്, ഒരു ഇമ്പോർട്ടൻറ്റ് വൈറ്റൽ റോൾ തന്നെയാണ് പെർഫോം ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു ദിവസം ഒരുപാട് ഡിസിഷൻസ് നമ്മൾ എടുക്കേണ്ടി വരും, എസ്പെഷ്യലി ഇൻ ബിസിനസ്. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് സ്കില്ല് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് സ്കില്ലാണ്, അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു സ്കില്ലാണ് ഡിസിഷൻ മേക്കിംഗ് സ്കിൽ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പ്രോബ്ലം സോൾവിങ് സ്കില്ലാണ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ സോൾവ് ചെയ്യാനുള്ള ഒരു പേഴ്സൻ്റെ കഴിവാണ് പ്രോബ്ലം സോൾവിങ് സ്കില്ലിൽ പറയുന്നത്.
ഓക്കെ. ദെൻ നെക്സ്റ്റ് വരുന്നത് ലീഡർഷിപ്പ് സ്കില്ലാണ്. ലീഡർഷിപ്പ് സ്കില്ല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു മാനേജറിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ലീഡറിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അവരുടെ സബോർഡിനേറ്റ്സിനെ അല്ലെങ്കിൽ ഒരു ടീമിനെ നമുക്ക് ഗൈഡ് ചെയ്യാനും ഡയറക്റ്റ് ചെയ്യാനും അവരെ ഓർഗനൈസ് ചെയ്യാനൊക്കെ ഉള്ള ഒരു കഴിവാണ് ലീഡർഷിപ്പ് സ്കിൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാ പേഴ്സൺസും ലീഡർ ആവാൻ കഴിയില്ല. അപ്പോൾ അവർക്ക് നല്ല സൗണ്ട് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഒരു ലീഡർ എന്ന് പറയുമ്പോൾ അയാളുടെ ഒരു കൂട്ടത്തിലുള്ള ഒരു പേഴ്സണാണ് ലീഡർ. അപ്പോൾ ആ കൂട്ടത്തിലുള്ള മറ്റ് പേഴ്സൺസിനെ ലീഡ് ചെയ്യാൻ അല്ലെങ്കിൽ അവരെ നിയന്ത്രിക്കാനും അവരെ നമുക്ക് കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവ് ആർക്കുണ്ടാവും? ഒരു ലീഡറിനുണ്ടാവും. അതായത് എന്താണ്, അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് നമ്മളുടെ രീതിയിലേക്ക് അവരെ കൊണ്ടുവരാനുള്ള ഒരു കഴിവ്. ഓക്കെ, അതാണ് എഫക്റ്റീവ് ലീഡർഷിപ്പ് സ്കിൽ ആർ എ കോമ്പിനേഷൻ ഓഫ് മെനി എബിലിറ്റീസ് ലൈക്ക് എബിലിറ്റി ടു ലീഡ് ചെയ്യാനുള്ള എബിലിറ്റി, മോട്ടിവേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി, അതുപോലെ തന്നെ ഇൻസ്പയർ ചെയ്യാനും ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാനൊക്കെ ഉള്ള എബിലിറ്റിയാണ് ലീഡർഷിപ്പ് സ്കിൽ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഇന്റർപേഴ്സണൽ സ്കില്ലാണ്. ഇന്റർപേഴ്സണൽ സ്കിൽ എന്ന് പറയുമ്പോൾ പീപ്പിൾ സ്കിൽസ് എന്നും പറയുന്നുണ്ട്. ഇൻക്ലൂഡ് ദി എബിലിറ്റി ടു ബിൽഡ് ആൻഡ് മെയിൻറ്റെയിൻ റിലേഷൻഷിപ്പ്, ഡെവലപ്പ് റാപ്പോർട്ട് ആൻഡ് യൂസ് ഡിപ്ലോമസി. അപ്പോൾ വർക്കേഴ്സിൻ്റെ ഇടയിൽ ഒരു റാപ്പോർട്ട്, റിലേഷൻ ഡെവലപ്പ് ചെയ്യാനും റിലേഷൻഷിപ്പ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇന്റർപേഴ്സണൽ സ്കില്ലിനെയാണ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സ്കില്ലാണ് ഇന്റർപേഴ്സണൽ സ്കിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലെന്താ പറയുന്നത്? ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ് ദി എബിലിറ്റി ടു ഗിവ് ആൻഡ് റിസീവ് കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം, be tolerant and respectful regarding the opinions of others and empathize with them. The next സ്കില്ലാണ് ഓർഗനൈസേഷണൽ സ്കിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഓർഗനൈസേഷണൽ സ്കിൽസ് ആർ സം ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്കില്ലാണ്. അപ്പോൾ ഒരു പ്രൊഫഷണലിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് സ്കില്ലാണ് ഓർഗനൈസേഷണൽ സ്കിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾ ഒരു നല്ല പ്രൊഫഷണൽ ആവണം എന്നുണ്ടെങ്കിൽ, ഒരു ഗുഡ് പ്രൊഫഷണൽ ആവണം എന്നുണ്ടെങ്കിൽ ഹി ഹാസ് to be able to stay organized and focus on the project at hand. ഇപ്പോൾ കയ്യിലുള്ള പ്രൊജക്റ്റിനെ ഓർഗനൈസ് ചെയ്ത് അതിനെ ഫോക്കസ് ചെയ്യാൻ കഴിവുള്ള ഒരാളായിരിക്കണം. ഓക്കെ, അപ്പോൾ ഓർഗനൈസേഷണൽ സ്കിൽ നീഡഡ് ഇൻ ദി വർക്ക് പ്ലേസ് ആൻഡ് ഇൻക്ലൂഡ് ജനറൽ പ്ലാനിങ്, കോർഡിനേറ്റിംഗ് റിസോഴ്സസ് ആൻഡ് മീറ്റിംഗ് ഡെഡ്ലൈൻസ് മീറ്റ് ചെയ്യാനും റിസോഴ്സസ് കോർഡിനേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ പ്ലാനൊക്കെ നടത്താനുള്ള, വർക്ക് പ്ലേസിൽ പ്ലാനൊക്കെ നടത്താനുള്ള സ്കില്ലാണ് ഓർഗനൈസേഷണൽ സ്കിൽ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഒരു സ്കില്ലാണ് എന്ത്? ടൈം മാനേജ്മെൻറ്റ് സ്കില്ല്. ടൈം മാനേജ് ചെയ്യാനുള്ള സ്കില്ല്. ദെൻ നെക്സ്റ്റ് സ്കില്ലാണ് സ്ട്രെസ് മാനേജ്മെൻറ്റ് സ്കില്ല്. സ്ട്രെസ് മാനേജ്മെൻറ്റ് സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളുടെ സ്ട്രെസ്സ്, അത് വർക്ക് പ്ലേസിലാണെന്നുണ്ടെങ്കിലും പേഴ്സണൽ ലൈഫിലാണെന്നുണ്ടെങ്കിലും അത് മാനേജ് ചെയ്യാനുള്ള സ്കില്ലാണ്. എല്ലാ പേഴ്സൺസിനും ഇല്ലാത്തൊരു കഴിവാണ് സ്ട്രെസ് മാനേജ്മെൻറ്റ് സ്കില്ല്. അപ്പോൾ അതുള്ള പേഴ്സൺസ് ആരാവും? പ്രൊഫഷണൽസ് ആവും. കാരണം അവർക്ക് കൂടുതൽ അവരുടെ വർക്കിൽ ഇൻവോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഡീലിംഗ് വിത്ത് സ്ട്രെസ് ഈസ് ക്രൂഷ്യൽ എബിലിറ്റി ഓഫ് എ പ്രൊഫഷണൽ ബിക്കോസ് സ്ട്രെസ് അറ്റ് വർക്ക് ക്യാൻ ലീഡ് ടു പ്രോബ്ലംസ് ഫോർ ദി ഇൻഡിവിജ്വൽ ആൻഡ് ദി ഓവറോൾ വർക്കിംഗ് എൻവയോൺമെൻറ്റ്. അപ്പോൾ നമുക്ക് സ്ട്രെസ് ഉണ്ടെങ്കിൽ അത് ആ പെർട്ടിക്കുലർ ഇൻഡിവിജ്വലിനെയും അവർ ഏതൊക്കെ ഇൻഡിവിജ്വലായിട്ടാണ് ഇൻട്രാക്ട് ചെയ്യുന്നത് ആ ഇൻഡിവിജ്വൽസിനെയും വർക്ക് പ്ലേസിനെയൊക്കെ അത് ബാധിക്കും. അപ്പോൾ ഒരു നല്ല പ്രൊഫഷണൽ ആണെന്നുണ്ടെങ്കിൽ നെവർ അലൗസ് സ്ട്രെസ് ടു ഇൻഫ്ലുവൻസ് ഹിസ് ജോബ് ആൻഡ് ടാസ്ക്. അപ്പോൾ അയാളുടെ ജോബിന് അല്ലെങ്കിൽ അയാളുടെ ടാസ്കിന് അല്ലെങ്കിൽ ആസ് എ പേഴ്സൺ അയാളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സ്ട്രെസ്സിനെ അനുവദിക്കാത്ത പേഴ്സൺസ് ആണ് പ്രൊഫഷണൽ എന്ന് പറയുന്നത്. അതായത് സ്ട്രെസ്സൊക്കെ അവർ അവോയ്ഡ് ചെയ്ത് കളയുന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അവർക്ക് സ്ട്രെസ്സ് കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. അപ്പോൾ ഒരുപാട് ടെക്നിക്സ് ഉണ്ടാവും സ്ട്രെസ്സൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. സോ അതാണ് സ്ട്രെസ് മാനേജ്മെൻറ്റ് സ്കിൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫസ്റ്റ് മോഡ്യൂളിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത് കൂടാതെ വേറെയും ക്വസ്റ്റ്യൻസൊക്കെ അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ട് ചോദിക്കാം. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സർട്ടൻ ക്വസ്റ്റ്യൻസ് ആണ് ഞാനിതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ തുടർന്നും വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് കൂടുതൽ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്.